ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ ചൂരക്കാട് സ്കൂളാണ് കേട്ടോ. ഞങ്ങളുടെ ചൂരക്കാട് സ്കൂളിലായിരുന്നു ഇലക്ഷൻ. അപ്പോൾ ഞാൻ നേരെ ചെന്നപ്പോൾ തന്നെ എൻ്റെ പഴയ കുട്ടിക്കാലം ഞാൻ ഓർത്തു പോയിട്ടാ. ഞങ്ങളുടെ സ്കൂളിൽ ഇത് ഞങ്ങളുടെ 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും ഉണ്ടാ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ കളിക്കുമായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവൊക്കെ വെട്ടിക്കളഞ്ഞു. നല്ല അടിപൊളി ചക്കയായിരുന്നു. അതിൽ നിന്നൊക്കെ ഞങ്ങൾ ചക്കയൊക്കെ പറക്കി തിന്നും. പിന്നെ പ്ലാവില വെച്ചിട്ട് ഞങ്ങൾ കഞ്ഞി കോരി കുടിക്കും. പ്ലാവില വെച്ച് സ്പൂൺ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ട് കഞ്ഞിയും പയറൊക്കെ. അതൊക്കെ വെച്ച് ഞങ്ങൾ സ്പൂൺ ഉണ്ടാക്കി കോരി കുടിക്കും. പിന്നെ ഞങ്ങൾ ഓടിത്തൊട്ട് കളി, ചാടിക്കളി, പെട്ടിമേശം കളി, തൊങ്ങിത്തൊട്ട് കളി, പിന്നെ തല്ലി പിടിച്ച് കളി, അങ്ങനെ ഇഷ്ടംപോലെ കളി. തല്ലി പിടിച്ച് കളിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടീച്ചർമാർ നേരെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് നിർത്തി വലിച്ചു പിടിച്ചിട്ട് ചൂരലിന് 2-3 അടി. അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ സ്കൂളിൽ ക്ലാസ്സിലേക്ക് പോകും. ഇപ്പോൾ ക്ലാസ്സിലിരിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരിയും കൂട്ടുകാരന്മാരും എല്ലാവരും അടുത്ത് തന്നെ ഉള്ളായിരുന്നു. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരൻ ശ്രീനാഥ്. അപ്പോൾ ശ്രീനാഥ്, പിന്നെ വിഷ്ണു കെ ബി, പിന്നെ വിഷ്ണു വിയു, പിന്നെ അഖിൽ, രാംകുമാർ, സുനിത്ത്, സുജിത്ത്, ജസിത്ത്, ഡോയൽ, അങ്ങനെ അരു, അങ്ങനെ ഇഷ്ടം പോലെ അവരെല്ലാവരും ഇവിടെ തന്നെ ഉള്ള കേട്ടോ. പിന്നെ പെൺകുട്ടികളാണെങ്കിലും തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാനിരിക്കണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിരന്നിരുന്നിട്ട് കഞ്ഞിയും പയറും കോരി കുടിക്കും. അതൊക്കെ ഒരു പ്രത്യേക മൂഡ് തന്നെയായിരുന്നു. അത് ചൂരക്കാട് സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലൈഫ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നാണ് ഞങ്ങൾ പൈപ്പിൽ കഴുകുന്നത്. ആ പൈപ്പ് അന്നും ഇവിടെ തന്നെയാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ തന്നെയാണ് ആ പൈപ്പ്. എന്നിട്ട് ഞങ്ങൾ പൈപ്പിൽ നിന്ന് കഴുകി കഴിഞ്ഞിട്ട് നേരെ വെള്ളം എടുത്തിട്ട് പൈപ്പിൻ്റെ പൊക്കത്തേക്ക് ഒഴിച്ചിട്ട് ചീത്തവെള്ളം പോയിട്ട് നല്ല വെള്ളം വരട്ടെ, ചീത്തവെള്ളം പോയിട്ട് നല്ല വെള്ളം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ വന്ന വെള്ളം ഞങ്ങൾ കുടിക്കൂട്ടാ. അപ്പോൾ അങ്ങനെ കുറേ രസകരമായിട്ടുള്ള കാഴ്ചകളും കളികളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ എല്ലാവരും നിരന്നിക്കുക. എന്നിട്ട് പിന്നെ ക്രിക്കറ്റ് കളിക്കൂട്ടാ. ക്രിക്കറ്റ് കളി, പിന്നെ ബുക്കിലെ പേജ് കയറിയിട്ട് പക്കി പറത്തി കളി, പിന്നെ മറ്റേ 50 പൈസയുടെ മിഠായി എന്നൊരു ഗിൽറ്റ് പോലത്തെ പേപ്പർ അത് ഊതി പറപ്പിച്ച് കളി, അങ്ങനെ ഇഷ്ടംപോലെ കളികളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓടിക്കളിക്കുമ്പോഴൊക്കെ ചിലവർ കൂട്ടിയിടിക്കും, അങ്ങനെ പല്ല് പോവും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും കുറേ ഓർമ്മകളൊക്കെ ഉണ്ടാകും. നിങ്ങൾ പഠിച്ച സ്കൂളിലും പോകും. ഇങ്ങനെ 1 മുതൽ 7 വരെയും പഠിച്ച സ്കൂളിൽ ഏതെങ്കിലും സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോകുന്ന ഇതേപോലെ ഒന്ന് ആലോചിക്കുന്നു ഞാനിപ്പോൾ ഈ പറയണ പോലെയൊക്കെ കേട്ടാ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മൂത്രപ്പുരയൊക്കെ ഉണ്ടായിട്ടാ. ആ മൂത്രപ്പുരയൊക്കെ പൊളിച്ച് കളഞ്ഞു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പാലമരമുണ്ട്. അപ്പോൾ പാലമരത്തിലേക്ക് കൈ ചൂണ്ടി കഴിഞ്ഞാൽ നമ്മളില്ല 10 പേരിൽ വായിൽ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രേതം കൂടെ വരും എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരൊക്കെ പേടിപ്പിക്കട്ടെ. കൂട്ടുകാരോട് വേറെ ചേട്ടന്മാർ പറയണതാണ്. അതൊക്കെ വെറുതെ നോണിന് അന്നത്തെ കാലത്ത് നമ്മൾ വിശ്വസിക്കില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം ഒരു എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് നമ്മുടെ PT പോലെയൊക്കെ. അപ്പം ഞാൻ ശ്രീനാഥ് കുറച്ച് പേരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു അലക്കും നമ്മുടെ പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ 3 പേരുണ്ട് പാട്ട് പാടും. അപ്പം ഞങ്ങൾ 2 നേരെ നിന്നിട്ട് മറ്റേ പാട്ടൊക്കെ പാടും. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി. അപ്പം അന്നൊക്കെ നമുക്ക് പ്രേമിക്കാനുള്ള ഇതൊന്നുമില്ല. അന്നെന്ന് വെച്ചാൽ ഞങ്ങൾ കൂട്ടുകാരാണ്, നല്ല അടിപൊളി കൂട്ടുകാർ, ഞങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടും. പിന്നെ പെൺകുട്ടികൾ പാടും. പിന്നെ ഞങ്ങളുടെ ഒരു മെയിൻ പാട്ടുണ്ടായി, മധുമാസം വിരിയണ മലരാകെ കൊഴിയണതില്ലാന. അപ്പം ഞാനും ശ്രീനാഥും വേറൊരുത്തരും കൂടിയാണ് ഈ എല്ലയൊക്കെ തകർക്കണത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അപ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടാവും അത്. അപ്പോൾ വേറെ ഇതിലെങ്ങനെയാണ് പറയണതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വന്നായിരിക്കും കേട്ടോ.